ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മോൾഡാണ്. അപ്പോൾ മോൾഡിന് പകരം ഞാൻ എടുത്തേക്കുന്നത് സാധാ മണ്ണാണ്. അപ്പം മണ്ണിന് പകരം മണലായിരുന്നാലും പാറപ്പൊടിയായിരുന്നാലും നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പഴയ കോട്ടൺ തുണിയും. അപ്പം കോട്ടൺ തുണിയും സിമൻറ്റും ചെയ്യുന്നതിന് പകരം നെറ്റ് ഉണ്ടെങ്കിൽ സാധാ ഇരുമ്പ് നെറ്റ് കവർ ചെയ്ത് മോൾഡിന് ചുറ്റാതെ കവർ ചെയ്ത് പൊട്ടിച്ചാലും മതിയാവും. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും തുണിയും സിമൻറ്റും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നെറ്റിന് പകരം കുറച്ച് കെട്ടുകമ്പിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കെട്ടുകമ്പി നമുക്ക് കുറച്ച് ലെയറായിട്ട് നമ്മുടെ മോൾഡിന് ചുറ്റാതെ നല്ലവണ്ണം ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. അപ്പം കെട്ടുകമ്പി എല്ലാം ചുറ്റിയിട്ട് പിന്നെ നമുക്ക് ആ തുണിയുടെ പുറത്ത് എല്ലാ സൈഡിലും നല്ലവണ്ണം പറ്റത്തക്ക രീതിയിൽ കുറച്ച് സിമൻറ്റ് പൊടിയും കൂടെ നല്ലവണ്ണം കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ സിമൻറ്റ് പൊടി തേച്ച് പിടിപ്പിക്കുമ്പം ആ തുണിയിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സിമൻറ്റും മണലും കൂടെ എടുത്തേക്കുന്നത് സിമൻറ്റ് 1 മണൽ 1 എന്ന തുല്യ അളവിലാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു മീഡിയം കട്ടിക്കൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിന് ചുറ്റാതെ ഏകദേശം ഒരു 1/4 ഇഞ്ച് 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ എല്ലാ സൈഡിലും റൗണ്ടിന് തന്നെ തേച്ച് പിടിപ്പിക്കും. സൈഡിലെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് മുകൾ ഭാഗത്ത് ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ അവിടെയും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് കരണ്ടി കൊണ്ട് തന്നെ ഒന്ന് തേച്ച് റൗണ്ട് ഷേപ്പിൽ തേച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം എല്ലാം തേച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് സാധാ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തടുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പം ബ്രഷെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ചെടിച്ചട്ടിയുടെ അടിസൈഡിലുള്ള ഹോള് ഇടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പഴയ ഒരു ചെറിയ PVC പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഹോളുകൾ ഏറ്റവും മുകൾ സൈഡിൽ തന്നെ കൊടുക്കാം. ഹോൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് പിന്നെ നമുക്ക് അതിനെ റൗണ്ടിന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി അതിനെ ഞാൻ ഒരു 5 പീസുകളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെടിച്ചട്ടിയുടെ സൈസിന് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക.
മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൻ്റെ അതേ അളവിൽ തന്നെ എല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പിന് നമുക്ക് ഗ്രൂവ് വരച്ചെടുക്കാം. അപ്പം ഗ്രൂവ് ശകലം ഒന്ന് കുഴിച്ച് തന്നെ നല്ലവണ്ണം വരച്ചെടുക്കാൻ നോക്കുക. ഗ്രൂ എല്ലാം കൊടുത്തിട്ട് പിന്നെ അടുത്ത് ചെയ്യേണ്ടത് അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു അളവിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിന് മൊത്തം വരകളിട്ട് കൊടുക്കാം. അപ്പം വരകളിടൊപ്പം ഏകദേശം ഒന്ന് തെളിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ, വലിയ തടുപ്പൊന്നുമില്ലാത്ത രീതിയിൽ വരകളിടുക. നമ്മൾ കയ്യിലിരിക്കുന്ന കരണ്ടി അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ നമുക്ക് വരകളിടാന്നേ ഉള്ളൂ. അപ്പോൾ വരകളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചെറിയ വരകളൊക്കെ കൊടുക്കുമ്പം കാണാനൊരു പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും നല്ലവണ്ണം നനച്ചു കൊടുത്ത് നല്ലവണ്ണം ഉണക്കിയെടുക്കുക. അപ്പം ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് തിരിച്ചെടുത്ത് വെച്ച് അതിനകത്തുള്ള മണ്ണും ആ പേപ്പറും അതെല്ലാം എടുത്ത് കളയാം. അപ്പം മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകേണ്ടി വരും. മണ്ണിൻ്റെ ആ ഒരു നനവിൻ്റെ ഈർപ്പവും മണ്ണും എല്ലാം ഇതിലിരിപ്പുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്കതിൻ്റെ മുകൾ സൈഡിലും കൂടെ താഴെ നിന്ന് കൊടുത്തിരിക്കുന്ന ആ വരകളെല്ലാം മേലെയും കൂടെ ഒന്ന് തെളിച്ച് വരച്ച് വയ്ക്കണം. മുകളിലത്തെ വരയൊക്കെ നല്ലവണ്ണം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ സൈഡിൽ നമ്മൾ അറുത്ത് വെച്ചിരിക്കുന്ന ആ പീസുകളുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് എത്ര വരകൾ വേണോ നമുക്കതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാം. അതെല്ലാം കൊടുത്ത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റിന് വേണ്ടി ആദ്യം ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കോട്ട് അകവും പുറവും എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക. ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് ഒരു കോട്ട് ഏകദേശം ഞാൻ അകത്ത് എല്ലാ സൈഡും അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ആക്രിലിക്കിൻ്റെ പെയിൻറ്റുകൾ എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ് ഇതിലെടുത്തേക്കുന്നതല്ല. അപ്പോൾ കളറ് ഇടവിട്ട് നമുക്ക് മാറ്റിയും തിരിച്ചും ഒരുപാട് കളറ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാൽ നമ്മുടെ ചെടിച്ചട്ടിയിലെ ആ ഒരു ലുക്ക് അങ്ങ് പോകും. ഞാൻ അതിൽ ഒരു 3-4-5 ഐറ്റം കളർ മാത്രമാണ് തിരഞ്ഞെടുത്തത്. കളറെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഓരോ പീസിലും അതിനകത്തൂടെയൊക്കെ വരച്ചേക്കുന്ന ആ വരയൊക്കെ ഒന്ന് തെളിച്ച് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അതിനകത്തൊന്ന് അടിച്ചു കൊടുക്കണം. അടിച്ച് കൊടുക്കുമ്പം കാണാൻ നല്ലൊരു വൃത്തി വരും.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.